നിന്ന് ക്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്രോ ആപ്പ് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ അലോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഓപ്ഷനിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലോഗിൻ വിൻഡോ. ഇതിൽ നമ്മുടെ ഫോൺ നമ്പർ, പാസ്വേഡ് എന്നിവ കൊടുക്കാം. എല്ലാവർക്കും ഓരോ പാസ്വേഡ് തന്നിട്ടുണ്ടാവും, അത് കൊടുക്കുക. നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പക്ഷിയെ കാണുമ്പോഴോ ഇവിടെ കാണുന്ന റെക്കോർഡ് ട്രാക്ക് എന്ന കീ ഉപയോഗിക്കാം. ഇതിൽ ബേർഡ് സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ബേർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സാധിച്ചില്ല, വോയിസ് മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നതെങ്കിൽ താഴെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡ് ഓഡിയോ എന്ന ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മുകളിലേക്ക് വന്നിട്ട് കണ്ട പക്ഷിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. പേര്, എത്ര പക്ഷികൾ, ജെൻഡർ എന്നിവ കൊടുക്കാവുന്നതാണ്. അറിയില്ലെങ്കിൽ അൺനോൺ എന്നും കൊടുക്കാം. ലൊക്കേഷൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൊടുക്കാം. നല്ല ഉറപ്പാണെങ്കിൽ ഹൈ, ഇനി അല്ല എങ്കിൽ മീഡിയം, ലോ എന്നീ ഓപ്ഷനുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്തെങ്കിലും ആ ഭാഗത്ത് ഉണ്ടായിരുന്നോ എന്നത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് മൈനർ വാസ് ഓൺ എ ട്രീ എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ശേഷം സേവ് ചെയ്യുക. ഇനി അടുത്ത പക്ഷിയെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാത്ത ഒരു പക്ഷിയാണെന്നിരിക്കട്ടെ. കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക, സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് കോമൺ നെയിമിൽ അൺനോൺ എന്ന ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ കണ്ട പക്ഷിയുടെ ഒരു ഏകദേശ സൈസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന പക്ഷികളുടെ ഏത് വലുപ്പമാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ പക്ഷിയെ കണ്ടെങ്കിലും അതിന്റെ സൗണ്ട് കേട്ടെങ്കിലും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ ഏകദേശം കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് എവിടെയായിരുന്നു എന്നും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ പോലെ കോൺഫിഡൻസ് ലെവൽ കൊടുക്കാം, റിമാർക്സ് കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മെയിൻ വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ബേർഡ് വാച്ചിങ് സെഷൻ കഴിയുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. ലോഗ് ഔട്ട് ചെയ്യരുത്. മുകളിലായി കൊടുത്തിരിക്കുന്ന അപ്ലോഡ് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ടച്ച് ചെയ്താൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ നിന്ന് അതിലുള്ളവരുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാം. അസൈൻമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ നമുക്ക് കാണാവുന്നതാണ്. റിസോഴ്സസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ബുക്കിന്റെ PDF നമുക്ക് കാണാൻ കഴിയും. ആൻ അറ്റ്ലസ് ഓഫ് ദ ബേർഡ്സ് ഓഫ് കേരള. പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് ഈ ബുക്കിൽ നിന്നും ലഭിക്കുന്നതാണ്. ബേർഡ് വാച്ചിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ലോഗ് ഔട്ട് ചെയ്യുക.